അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു പണ്ടെന്നല്ല, പരസ്യങ്ങളാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് വാങ്ങാനായിട്ട്. അതിപ്പോൾ നമ്മൾ കൊടുക്കുന്ന സർവീസ് ആയിക്കോട്ടെ, പ്രോഡക്റ്റ് ആയിക്കോട്ടെ. ഇപ്പോഴത്തെ ഒരു മോഡേൺ സിനാറിയോ പറയുകയാണ്, ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളൊരു സിനാറിയോയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇപ്പോഴാണെങ്കിൽ കുറച്ചും കൂടി ഈ പരസ്യങ്ങൾ കുറച്ചും കൂടി അഫോർഡബിൾ റേറ്റ്സിൽ ആളുകൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കൂടുതൽ ആള് പണ്ടൊരു പരസ്യം ഒരു ടി-വിയിൽ കൊടുത്താലാണ് കൂടുതൽ ആളുകൾക്ക് എത്തിയിരുന്നത്. പക്ഷെ ഇപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് ആളുകൾക്ക് ഇപ്പോൾ ഡിജിറ്റൽ അഡ്വർടൈസ്മെന്റ് വന്നതിന് ശേഷം ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള മൊബൈലിലേക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഗൂഗിൾ ത്രൂ ഉള്ള മീഡിയംസിലൂടെ പോകാൻ തുടങ്ങി. അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ ഒരു ഡിജിറ്റൽ അഡ്വർടൈസിങ്ങിലുള്ള ഒരു സ്കെയിലിംഗ് എന്ന് പറയുന്നത്. അതായത് എമൗണ്ട് ഇപ്പോൾ ഓരോ വർഷം കഴിയും തോറും ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലേക്ക് നമ്മൾ ഇടുന്ന എമൗണ്ടിന്റെ സ്കെയിലിംഗ്, അതായത് ആ ഒരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. അത് കാണിക്കുന്നത് ആ ആഡ്സിന് കിട്ടുന്ന റെസ്പോൺസ് ആണ്. ഇപ്പോൾ ഞാൻ കുറച്ച് പൈസ ഇട്ട് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ട് എനിക്ക് റിട്ടേൺസ് കിട്ടിയില്ലെങ്കിൽ ഇടില്ല. പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂടുന്നതിനർത്ഥം ഇത് ഇടുന്നതിനനുസരിച്ചിട്ട് ആളുകൾക്ക് അത് റിട്ടേൺസ് കിട്ടുന്നുണ്ട്. കാരണം റിട്ടേൺസ് കിട്ടാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആളുകളും ഇന്ന് ഇന്റർനെറ്റിലാണ്. അറൌണ്ട് ഇപ്പോഴത്തെ ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഒരു 70% ഓഫ് വേൾഡ് പോപ്പുലേഷൻ ഇന്റർനെറ്റ് യൂസേഴ്സ് ആണ്. പിന്നെ ഇത് എവിടെയാണ് ഈ പരസ്യം കാണിക്കേണ്ടത്? അപ്പൊ നമ്മളിപ്പോ TV കൊമേഴ്ഷ്യൽസ് എടുത്താൽ പോലും അത് അതിനേക്കാളും കൂടുതൽ ഇപ്പൊ TV കാണാറുണ്ട്. അപ്പൊ എത്ര സമയം ഒരു ദിവസം TV കാണും? സത്യം ഭയങ്കര കുറവാട്ടോ. ഈവൻ വീട്ടിൽ TV ഉണ്ടെങ്കിൽ കൂടി നമ്മൾ ഇനിയിപ്പോ OTT പ്ലാറ്റ്ഫോംസ് ചിലപ്പോൾ നമ്മൾ TV-യിൽ ഇട്ട് കാണും. അവിടെ നമ്മൾ കാണുന്നത് എന്താ? അഡ്വർടൈസ്മെന്റ്സ് ആണ്. കാരണം ഞാൻ പറയാൻ കാരണം നമ്മളിപ്പോ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ വേറെ പ്ലാറ്റ്ഫോംസ് ആണ് ടി-വിനേക്കാളും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഒരു ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രോഡക്റ്റ് ആളുകളിലേക്ക് പരസ്യം ത്രൂ എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഏതാണോ ഏത് പ്ലാറ്റ്ഫോം എവിടെയാണോ അവര് കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അവിടെ നമ്മൾ ആള് കൂടുന്നിടത്ത് പരസ്യം കാണിച്ചിട്ട് കാര്യമുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെ ഇന്നിപ്പോ സോഷ്യൽ മീഡിയ അത് ഏറ്റവും കൂടുതൽ ആളുകൾ മൊബൈലിൽ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അവിടെ തന്നെ അത് കാണിക്കണം. അതിനിപ്പോ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഇപ്പോൾ ഡിജിറ്റലി ചെറിയ എമൗണ്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൺവെൻഷണൽ മാർക്കറ്റിംഗിൽ നമുക്ക് ചില സ്ഥലത്ത് കാണാം പരസ്യം പതിക്കരുത് എന്നുള്ളത്. ആ സാധനം ആക്ച്വലി ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ എവിടെയും വരുന്നില്ല. ഏത് പ്ലാറ്റ്ഫോംസ് ആർക്കും യൂസ് ചെയ്യാം. ആ രീതിയിലായിട്ടുണ്ട്. പഠിച്ചു കഴിഞ്ഞാൽ അത് അത്രയും എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇംപ്ലിമെന്റ് ചെയ്ത് ബിസിനസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് എന്തായാലും പറയേണ്ട കുറച്ച് ബ്രാൻഡുകളാണ്. ഇപ്പൊ ഒല, അതുപോലെ ലെൻസ് കാർട്ട്, സ്വിഗ്ഗി, സൊമാറ്റോ. ഇവരൊന്നും ഒരു ട്രഡീഷണൽ സെപ്റ്റോ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒറ്റ ഫോക്കസ് എന്ന് പറയുന്നത് ഡിജിറ്റൽ അഡ്വർടൈസിംഗ് ആണ്. ഡിജിറ്റൽ മീഡിയം ആണ്. കാരണം ഇവർക്കൊരു സ്റ്റോറൊക്കെ ഇവര് ശേഷമാണ്, ഐ മീൻ ഇവർ ഓൺലൈനിലൂടെ സെയിൽ നടത്തി ഇവർക്ക് പ്രോഫിറ്റബിൾ ആയതിനു ശേഷമാണ് ഇവരൊരു ഓഫ്ലൈൻ സ്റ്റോറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡിജിറ്റലി അത്രയും ഒരു എക്സ്പാൻഡഡ് ആണ്, ആളുകളിലേക്ക് എത്തിക്കാനും അവിടുന്ന് ഒരു സോഴ്സ് ഓഫ് ഇൻകം. ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും പൈസ ഉണ്ടാക്കുന്നത് ഡിജിറ്റൽ. അതും ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഡിജിറ്റൽ ഇൻഫ്ലുവൻസേഴ്സിനാണ് വലിയ വലിയ ലൈക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ കാറാണെങ്കിലും വീടാണെങ്കിലും ഒക്കെ അത്രയും ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് നോർമലി ഒരാൾ വർക്ക് ചെയ്ത് കിട്ടുന്ന പരസ്യത്തിന്റെ ലൈക്ക് എന്താ പറയാ എമൗണ്ടിന്റെ ഇരട്ടി പൈസ ഈ ഇൻഫ്ലുവൻസേഴ്സും കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പൊ അവർ ആക്ച്വലി ചെയ്യുന്നത് എന്താണ്? പ്രോഡക്ട്സിനെ എൻഡോസ് ചെയ്യാണ്. അവര് ഓഡിയൻസിന്റെ ഇടക്ക് അവരൊരു ഇൻഫ്ലുവൻസ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ ഇൻഫ്ലുവൻസ് എന്ത് യൂസ് ചെയ്യാം? പ്രോഡക്റ്റിനെ എൻഡോസ് ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. ഇപ്പോൾ നമുക്കിപ്പോൾ റേഡിയോ, TV, ഇപ്പോൾ ഡിജിറ്റൽ ഇനി എന്തായിരിക്കും എന്നാണ് തോന്നുന്നത്? ലൈക്ക് ഫ്യൂച്ചർ ഓഫ് അഡ്വർടൈസ്മെന്റ്സ്, ഇപ്പോൾ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇനിയുള്ള ഒരു പരസ്യ രീതി എന്നാണ് ചിന്തിക്കുമ്പോൾ? ലൈക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ എന്താണ്? മറ്റേ റോബോട്ട്സിനെ കൊണ്ടൊക്കെ കൊണ്ടുവന്ന് മൊത്തത്തിൽ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഒക്കെ ഇനി കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഒരുപാട് മീഡിയംസ് വരാൻ ചാൻസ് ഉണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒരുപാട് വരും. കാരണം ഇപ്പോഴും ഇവര് തന്നെ ആക്ച്വലി കോമ്പീറ്റ് ചെയ്യാണ് ഓരോരോ കാര്യങ്ങളും, പുതിയ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളും. ഇപ്പം നാടോടുമ്പോൾ നടുവേ ഓടണമെന്ന് പറയുന്ന പോലെ പ്ലാറ്റ്ഫോംസും ആക്ച്വലി ആൾക്കാർ മാറുന്നു, മൈൻഡ് സെറ്റ് മാറുന്നു, ടെക്നോളജി മാറുന്നു. അതിനനുസരിച്ചിട്ട് ഓരോരോ മാറ്റങ്ങൾ കൊണ്ടുവരാം. അപ്പം അതിനനുസരിച്ചിട്ടുള്ള ഒരുപാട് ഇനിയും ഓപ്ഷൻസ് കൂടുകയുള്ളൂ. ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലുള്ള അഡ്വർടൈസ്മെന്റ് കൂടുകയുള്ളൂ. അതിനനുസരിച്ചിട്ട് ബിസിനസ്സുകൾ ഇപ്പം ഓൺട്രപ്രണർ ആവാൻ ആഗ്രഹിക്കാത്ത ആരും ഇല്ല ഇന്നത്തെ കാലത്ത്. ചെറിയ കുട്ടികൾ തൊട്ട് അത് എസ്പെഷ്യലി അത് പറയുമ്പോൾ ഇപ്പൊ ജെൻസി എന്ന് പറയുന്ന ഒരു ജനറേഷൻ ഉണ്ട്. അപ്പൊ അവര് സ്റ്റഡി പറയുന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ ഓൺട്രപ്രണൽ മൈൻഡ് സെറ്റ് ഉള്ള ആളുകളാണ്. ഒരു സ്ഥലത്ത് ജോലി അവരുടെ മുമ്പിൽ ഓപ്ഷൻസ് ഉണ്ട്. ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും അത് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അവർക്ക് ആക്ച്വലി നമ്മളെക്കാളും കൂടുതൽ ഇപ്പൊ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഈ മീഡിയ യൂസ് ചെയ്യാൻ നല്ലോണം അറിയാം. ശരി, ഇപ്പൊ നമ്മളിപ്പോ ഒരു 90s കിഡ്സ് എന്ന് പറയുന്നത് ഇപ്പൊ 90s കിഡ്സ് അല്ല, എന്നാലും ഇപ്പൊ ആ ഒരു ടൈമിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം
അവരുടെ മൈൻഡിൽ നന്നായി പഠിക്കുക, ഒരു ജോലി എടുക്കുക എന്നുള്ളതാണെങ്കിൽ ഇപ്പോൾ ഇവർക്ക് ഇത്രയും ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിലെന്തോരം യൂസ് ചെയ്ത് എങ്ങനെ അതിന് കിട്ടുന്നുണ്ട്, അവർക്ക് കാണുന്നുണ്ട്, ഒരുപാട് പേര് ഏൺ ചെയ്യുന്നത്. ചില സമയത്ത് ചില ആൾക്കാരുടെ കുട്ടികൾ അത്ര ഉണ്ടാക്കി ഇത്ര ഉണ്ടാക്കി അവിടെ നമ്മുടെ ഗൂഗിളിൽ വർക്ക് ചെയ്യുന്ന ചെറിയ ചെക്കനില്ലേ, ഇതൊക്കെ ആലോചിക്കുമ്പോൾ നമ്മളൊക്കെ ആക്ച്വലി എന്തായിരുന്നു ചെയ്തതെന്നുള്ളതാണ് ഇപ്പം ആലോചിക്കുന്നത്. അവരെ പറഞ്ഞിട്ട് അറിയില്ല, അവരുടെ ജനറേഷൻ അങ്ങനെയാണ്. അവർക്ക് അത്രയും ഒരു എക്സ്പോഷർ ഉണ്ട്, ഓരോ ടെക്നോളജീസ് ആയിട്ടാണെങ്കിലൊക്കെ എക്സ്പോഷർ ഉണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വർടൈസ്മെന്റ്സ് എന്ന് പറയുന്നത് ഇന്നവിറ്റബിൾ ആണ്. അതായത് ഒരു ബിസിനസ്, ഏതൊരു ബിസിനസ് ആണെന്നുണ്ടെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അഡ്വർടൈസ്മെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ബിസിനസ് റൺ ചെയ്യാൻ അഡ്വർടൈസ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. ആ ബിസിനസ് സക്സസിലേക്ക് എത്താനും അഡ്വർടൈസ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഓൺലി തിങ് ഇസ് അപ്പോൾ നാട് ഓടുമ്പോൾ നടുവേ ഓടണം എന്ന് പറഞ്ഞ പോലെ ഈ അഡ്വർടൈസ്മെന്റ് രീതികൾ ഓരോ ടൈമില് അതനുസരിച്ച് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബിസിനസ്സിന് അതിന് നമുക്ക് അഡ്വർടൈസ്മെന്റ് തുടങ്ങിയ കാലം തൊട്ട് ഈ ടൈം വരെ ഇന്ന് നമ്മുടെ മൈൻഡിലുള്ള എല്ലാ ബ്രാൻഡുകളുടെയും അഡ്വർടൈസ്മെന്റ്സ് ത്രൂ ആണ് നമ്മുടെ മൈൻഡിലേക്ക് കയറിയിട്ടുള്ളത്. കാരണം നല്ല പ്രോഡക്റ്റ് കൊടുക്കുന്ന ഒരുപാട് കമ്പനികളുണ്ട്, പക്ഷെ പ്രോപ്പർലി അഡ്വർടൈസ് ചെയ്യാത്തത് കൊണ്ട് മാത്രം ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ കമ്പാരിറ്റീവ്ലി ഇന്നത്തെ കാലത്തിൽ ഇപ്പൊ ചെറിയ ബിസിനസ് ആണെങ്കിലും ഈ ഡിജിറ്റലി അഡ്വർടൈസ്മെന്റ്സിന്റെ ഇമ്പോർട്ടൻസ് ഇവർ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് പറ്റുന്ന രീതിയിൽ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മീൻസ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഒക്കെ വരുന്നത് കൊണ്ട് അവർക്കും ഇതിന്റെ പാർട്ടാവാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഡയറക്റ്റ്ലി ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വലിയൊരു മൾട്ടി ലെവൽ കമ്പനിയുടെ കൂടെ കോമ്പീറ്റ് ചെയ്യുന്നത് ഏറ്റവും ചെറിയൊരു കമ്പനി ആയിരിക്കും. ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ വരുമ്പോൾ ആരാണോ നല്ല രീതിയിൽ അത് പ്രൊമോട്ട് ചെയ്യുന്നത് അവർ കോമ്പീറ്റ് ചെയ്യുന്നത് ഈ ചെറുതും വലുതുമായിട്ടൊക്കെയാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. ഈ നമ്മുടെ ഈ ഷാർക്ക് ടാങ്കിന്റെ കാണലുണ്ടല്ലോ, ഷാർക്ക് ടാങ്ക് ഇല്ലേ, അതിലിപ്പം ഒരുവിധം എനിക്ക് ഒരുവിധം ബ്രാൻഡ്സ് ഒക്കെ ഈ പറഞ്ഞ പോലെ അവർ ചിലപ്പോൾ വേറെ ഒരു രീതിയിൽ മാർക്കറ്റിംഗും ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ അവർ ഉണ്ടാക്കിയെടുക്കുന്ന റവന്യൂ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ അയ്യടാന്ന് വായിപ്പോ. കാരണം അവർ കംപ്ലീറ്റ്ലി പറയുന്നത് പെർഫോമൻസ് മാർക്കറ്റിംഗ് ആണ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ്, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ആണ്, കംപ്ലീറ്റ് ഡിജിറ്റലൈസ്ഡ് ആണ് മൊത്തത്തിൽ. ഇപ്പം ഈവൺ അവിടെ ഇരിക്കുന്ന ജഡ്ജസ് പോലും ഇത് മാത്രമാണോ നിങ്ങൾ ഇത്രയും റവന്യൂ ക്രിയേറ്റ് ചെയ്തത് എന്നുള്ളത് ഡൗട്ട്ഫുൾ ആയി ഇരിക്കുന്നത്. സോ അതുകൊണ്ട് ഒരു ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കരമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇപ്പോൾ വലിയ വലിയ കമ്പനീസ് എന്നൊക്കെ പറയുന്നത് TVC മാത്രം, TV കൊമേഴ്ഷ്യൽസ് മാത്രം ഫോക്കസ് ചെയ്തിരുന്നവര് ഇതുപോലെ ചെറിയ ബ്രാൻഡുകൾ വന്ന് ഡിജിറ്റൽ അഡ്വർടൈസ്മെന്റ്സ് ചെയ്ത് ഇത്രയും എമൗണ്ടും അല്ലെങ്കിൽ ഇത്രയും പ്രോഫിറ്റും ജനറേറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് ഈ TV കൊമേഴ്ഷ്യൽസ് അവർ നേരെ തിരിഞ്ഞ് അവരതും ചെയ്യുന്നതിന്റെ ഒപ്പം അവർക്ക് മനസ്സിലായി ഇതിന് ഇമ്പോർട്ടൻസ് ശരിയാവില്ല. സോ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വർടൈസ്മെന്റ്സിന്റെ ഇമ്പോർട്ടൻസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അതിനോടൊപ്പം തന്നെ കാലത്തിനനുസരിച്ചിട്ട് അഡ്വർടൈസ്മെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഏകദേശം നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളായിരിക്കാം, പക്ഷെ ഇതൊരു ജസ്റ്റ് റിമൈൻഡർ ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അഡ്വർടൈസ്മെന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് ഇന്നവിറ്റബിൾ ആണ്, അതെന്തായാലും നിൽക്കില്ല. പ്ലാറ്റ്ഫോംസ് മാറിയാലും അഡ്വർടൈസ്മെന്റ് നിൽക്കില്ല. സോ ബിസിനസ്സിന് ഒരു ലോങ് റൺ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും അപ്പോഴത്തെ മോഡ് ഓഫ് അഡ്വർടൈസ്മെന്റ് ഇപ്പോൾ ഡിജിറ്റൽ ആണെന്നുണ്ടെങ്കിൽ ആ മോഡ് ഓഫ് അഡ്വർടൈസ്മെന്റ് തന്നെ ചെയ്താലാണ് നമുക്കൊരു എന്താ പറയുക. എനിക്ക് ആക്ച്വലി പറയാനുള്ളത് ഇപ്പൊ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. കാരണം ഇനി വരുന്നതൊക്കെ ഇതിന്റെ അപ്ഡേഷൻസ് ആയിരിക്കും. അപ്പം ഈ ബേസിക് നിങ്ങൾക്ക് അറിയെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആക്കാനായിട്ട് സാധിക്കും, മനസ്സിലാവും. സോ അതാണ്. സോ കൂടുതൽ ഇതുപോലെയുള്ള നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം.